السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد. മാന്യ ശ്രോതാക്കളെ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബദറിൻ്റെ രണാങ്കണത്തിലേക്കാണ്. ബദർ യുദ്ധ കാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാ ഉൽ ബദരിങ്ങളെ ഉദികത്തും ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ളേ ഉഷിര പോൽ കൂലികളാം ബദരിങ്ങളെ. അങ്ങകലെ അടർക്കളത്തിൽ പരിശുദ്ധമായ ദീനിനെതിരെ പടപൊരുതാൻ അബൂജഹലും സംഘവും അതാ സർവായുധ വിഭൂഷിതരായി നിൽക്കുകയാണ്. ആയുധങ്ങളില്ലാത്ത ഒരാളുമില്ല ആ കൂട്ടത്തിൽ. അവർക്കപ്പുറത്താണ് ആദരവായ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 313 വരുന്ന സഹാബ കിറാമിനെ മെല്ലെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നത്. യാ സ്വഹാബ, ഒന്നിങ്ങടുത്തു വാ, അവർ സർവായുധ വിഭൂഷിതരാണ്, അവരെ നേരിടാൻ മനക്കരുത്തുണ്ടോ നിങ്ങൾക്ക്? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് പേടിയില്ല. അണ്ടകടാഹങ്ങളെ പടച്ച, അഖിലാണ്ട ബഹുമാനത്തെ പടച്ച സർവ്വമാതിനായ അള്ളാഹുവങ്ങൾ പരമേൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വില്ലാളി വീരരായ ശത്രുപക്ഷത്തിൻ്റെ മുന്നിലേക്ക് വീരരായ ധീരരായ പരാക്രമികളായ സ്വഹാബാക്കളെ അണിനിരത്താൻ വേണ്ടി ആദരവായ പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിൻ്റെ 3 വെള്ളപ്പതാക മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും അലിയാർ തങ്ങളുടെ കയ്യിലും സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ബാക്കി സ്വഹാബാക്കളോട് ആദരവായ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പിപ്പാനാരും കേട്ട് സ്വഹാബാക്കൾ നീരത്തെ ഉഷിർമയിൽ കോടികളും മണികളിൽ നീരത്തെ മരുമലർ വാശി കൊള്ളെ ഉടൻ നിറയിരുത്തേ മനനൊന്തിയായിതകൾ സാവിതപ്പോൾ കരുത്തേ. ഇസ്ലാമിൻ്റെ 3 വെള്ളപ്പതാക സ്വഹാബാക്കൾക്ക് നൽകിക്കൊണ്ട് ആദരവായ പരിശുദ്ധ പ്രവാചകൻ സ്വഹാബാക്കളോട് കൽപ്പിച്ചു, യാ സ്വഹാബ, ആ നിൽക്കുന്ന ശത്രുപക്ഷത്തിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ നിൽക്കണം. അശ്വാരൂഢരായി കുതിര എങ്ങനെയാണോ കുതിച്ചു ചാടാൻ നിൽക്കുന്നത് അതുപോലെ നിങ്ങളങ്ങ് നിൽക്കു സ്വഹാബ. ആദരവായ പരിശുദ്ധ പ്രവാചകന്റെ 313 വരുന്ന സ്വഹാബാക്കൾ ആ 3 വെള്ള പതാകയ്ക്ക് കീഴിൽ അങ്ങണി നിരക്കുകയാണ്. അങ്ങണി നിരന്ന ആ സ്വഫിനിടയിലൂടെ സർവ്വസൈന്യാധിപനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുകയാണ്. എന്തിനാണ് നടക്കുന്നതെന്ന് അറിയുമോ നിങ്ങൾ? സ്വഫുകളിൽ അണിയണിയ എന്നാൽ അതിന് ബർക്കത്തുണ്ട്. അതിൻ്റെ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ സ്വഹാബ. അതുകൊണ്ട് നിങ്ങൾ കാലുകൾ ഉറപ്പിച്ച് അണിയണിയായി അശ്വാരൂഢരായി നിൽക്കൂ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അനുസരിച്ച് നിൽക്കുകയാണ് സ്വഹാബാക്കൾ. ആരെങ്കിലും ആ പറഞ്ഞ കാര്യത്തിന് എതിര് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയാൻ പ്രവാചകൻ അവർക്കിടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരമ്പ്, മുനയില്ലാത്ത ഒരമ്പ് പ്രവാചകൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ ചിലരെയൊക്കെ സ്നേഹത്തോടെ ഇങ്ങനെ തലോടുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് നിൽക്ക്, ഒന്ന് ഇങ്ങോട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്തി പോകുമ്പോഴാണ് ആ സ്വഫിലൊരാൾ ഇടതുകാലിങ്ങനെ മുന്തിച്ചു നിൽക്കുന്നത് പ്രവാചകൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ വയറൽപ്പം ചാടിയിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ വസ്ത്രം പോലും ഷർട്ട് പോലും ധരിച്ചിട്ടില്ല. പ്രവാചകൻ മെല്ലെ ആ സ്വഹാബിയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, അല്ല, എന്താ സവാദ നിങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത്? ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അറിയില്ലേ? ഇങ്ങനെയാണോ സ്വഫിൽ നിൽക്കേണ്ടത്? ഒന്ന് നേരെ നിൽക്കുക സവാദ എന്ന് പറഞ്ഞ് പ്രവാചകൻ തൻ്റെ കയ്യിലെ ആ അമ്പ് കൊണ്ട് സവാദിനെ മെല്ലെ ഒന്ന് തല്ലിയതാണ്. തല്ലണമെന്ന് കരുതിയതല്ല, നോവിക്കണമെന്ന് കരുതിയതല്ല, വേദനിപ്പിക്കാനല്ലല്ലോ വേദാംബര പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തേക്ക് വന്നത്. പക്ഷേ സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഷർട്ട് ധരിക്കാത്ത ഉദരത്തിലേക്ക് അമ്പിൻ്റെ മുനയങ്ങ് കൊണ്ടപ്പോൾ ഇടറുന്ന കണ്ടത്തോടെ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉരത്തിയ മൗലൽ ഉറൂബ ഉഷിയങ്കൽ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. പെരിയോൻ ഉമൈറത്തെ
പേശും ജിന്നിൻ ഇൻസിടത്തെ പിരിശം റസൂലദാക്കൈ യാ സഫിയല്ലാഹ്. ആ വിറക്കുന്ന ചുണ്ടുകൊളുകൂടി മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകനോട് ചോദിക്കുകയാണ്, അറബികളുടെ നേതാവല്ലയോ? അതെ. അങ്ങേ ലോകത്തിൻ്റെ റഹ്മത്തല്ലയോ? അതെ. അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പ്രവാചകരെ. അങ്ങ് ഈ സ്വഫ് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ മെല്ലെ തലോടുന്നത് പോലെ തല്ലിയല്ലോ പ്രവാചകരെ. എനിക്ക് വല്ലാണ്ട് വേദനിച്ച നബിയെ. ആദരവായ പരിശുദ്ധ പ്രവാചകൻ്റെ മുഖത്തെ ഭാവം അങ്ങ് മാറി. സവാദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാതെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദരവായ പരിശുദ്ധ പ്രവാചകൻ സവാദിൻ്റെ അരികിലേക്ക് നീങ്ങിയിട്ട് ചോദിച്ചു, സവാദേ, ഞാൻ അറിയാതെ ചെയ്തതാണ്, നീ പൊരുത്തപ്പെടില്ലേ സയ്യിദുനാ സവാദ്? മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പരിതപ്പോർ ദൂതർ ചൊല്ലാൻ സവാദേ നീ ചൊന്നത് എന്ന ത്വാഹാവേ എങ്കൽ എന്നെ സൊഫദിൽ സബക അത് ത്വാഹ ഉങ്ങളത്തെ ത്രിദ്ഹാലെ വൊന്ത് കൊത്തി കവായത്ത് കൈമശത്തിൽ ആക്കുമെങ്കിലുമേ. മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, എനിക്ക് പൊരുത്തപ്പെടാനാകില്ല. എന്താ സവാദേ നീ പറയുന്നത്? സഹാബാക്കളുടെ മുഖത്തെ ഭാവം അങ്ങ് മാറി സവാദ് എന്ന് വിളിക്കണമെന്നുണ്ട് അവർക്ക്. പ്രവാചകൻ തൻ്റെ കരങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു, മിണ്ടരുത്, ഞാൻ സവാദിനെ കേൾക്കട്ടെ. എന്താ സവാദേ? പറ. റസൂലേ, ബരുത്തപ്പെടുത്താനല്ല യാ നജിയല്ലാഹ് ഉരത്തയ മൗലൽ ഉറൂബ ഉഷിയങ്കൽ യാ ഹബീബ ഉദിമങ്കും ത്വാബ ത്വാബ യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾ എന്നെ തല്ലിയപ്പോൾ എനിക്ക് വേദനിച്ചു. അതിന് പ്രതികാരം ചെയ്യാതെ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. ആദരവായ പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, മോനെ, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? സ്വഹാബാക്കളൊക്കെ ഇങ്ങനെ സമാധാനം നോക്കുന്നുണ്ട്. ആരാണ് ഇവൻ എന്താണ് പറ്റിയത്? ആരോടാണ് കയർക്കുന്നത്? ആരോടാണ് പ്രതികാരം ചോദിക്കുന്നത്? ചില സഹാബാക്കളൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഞങ്ങളെ ചെയ്തോ, ആരംഭ പൂവിനെ നിനക്ക് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ മർദ്ദിച്ചതുപോലെ, പ്രഹരിച്ചതുപോലെ അവിടെ എനിക്ക് തിരിച്ച് പ്രഹരിക്കണം. പ്രവാചകൻ ചോദിച്ചു, അതാണോ ഈ ഒരു പ്രശ്നം? അത് സമ്മതിച്ചാൽ നിനക്ക് സന്തോഷമാകുമോ? അതെ, എന്നാ നീ അടുത്ത മാസം അതെ എന്നെ അങ്ങ് തല്ലിക്കോ എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് സവാദ് റളിയല്ലാഹു അൻഹു തൻ്റെ രണ്ടാമത്തെ കണ്ടീഷൻ പ്രവാചകനോട് പറഞ്ഞത്. നിങ്ങൾ എന്നെ തല്ലുന്ന സമയത്ത് റസൂലേ, ഇതൊരടർക്കളമാണ്. ഞാൻ ദീനിന് വേണ്ടി സർവ്വം സമർപ്പിക്കാൻ വന്നവനാണ്. എൻ്റെ ജീവനും ജീവിതവും അള്ളാഹുവിൽ സമർപ്പിക്കാൻ വന്ന ഞാൻ ഷർട്ട് പോലും ധരിച്ചിട്ടില്ല. അങ്ങ് കണ്ടിരിക്കുമല്ലോ, ആ ഷർട്ട് ധരിക്കാത്ത എൻ്റെ ഉദരത്തിലേക്കാണ് അങ്ങ് തല്ലിയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അതുപോലെ പ്രഹരിക്കണം. അങ്ങയുടെ കമീസുമല്ലേ ഉയർത്തണമെന്ന് സവാദ് റളിയല്ലാഹു അൻഹു ആ കണ്ടീഷൻ അങ്ങ് മുന്നോട്ട് വെച്ചപ്പോൾ സഹാബാക്കളുടെ കൈകളങ്ങ് മുഖത്തേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ അതിന് സമ്മതിക്കുമോ? റസൂൽ ആ കമീസ് ഉയർത്തി കൊടുക്കുമോ? എന്തിനാണ് സവാദ് ഇതൊക്കെ ചെയ്യുന്നത്? സ്വഹാബാക്കൾ മുഴുവനും നിർനിമേഷരായി ഇമ വെട്ടാതെ ആ കാഴ്ച കാണാൻ നിൽക്കുമ്പോൾ ആദരവായ പരിശുദ്ധ പ്രവാചകനതാ മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു മുന്നിൽ നൈനാർ നബി ത്വാഹ കമീസെ കേറ്റി നവിന്റെ സവാദോടിടടുത്തോ തീ അയിനാൾ നിരൂപാക്കൾ അയർത്തു നോക്കി അതിന്റെ പൊളിന്താശാമിളിവോളുക്കി. മഹാനായ സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു ആദരവായ പരിശുദ്ധ പ്രവാചകന്റെ അരികിലേക്ക് അടുക്കുമ്പോൾ പ്രവാചകൻ മെല്ലെ കമീസ് ഉയർത്തുകയാണ്. സ്വഹാബാക്കൾ മുഴുവനും നിർനിമേഷരായി ഇമ വെട്ടാതെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പ്രവാചകന്റെ നറുമണ നൈർമല്യമുള്ള ആ മേനി, ലാവണ്യത്തിന്റെയും അഴകിന്റെയും ചാന്ദ്രിക ഭാവം തുളുമ്പുന്ന ആ ഉദരത്തിലേക്ക് സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു തന്റെ ചുടുചുംബനം അങ്ങേകിക്കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു പോയി. സുഹൃത്തുക്കളെ, യാ റസൂലല്ലാഹ്,
എന്ന് പറഞ്ഞ് തൻ്റെ ചുടുചുംബനം അങ്ങ് ഏകിക്കൊണ്ട് പൊട്ടി കരഞ്ഞു പോയി സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു. ആ രംഗം കണ്ടുകൊണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, എന്തിനാണ് സവാദ് ഇതൊക്കെ, എന്തേ നിനക്ക് പറ്റിയത്? യാ റസൂലല്ലാഹ്, ഞാനിതൊക്കെ പറഞ്ഞത് അങ്ങയുടെ നിറലാവണ്യമുള്ള നിറവർണ്ണവി പോലെ പരിമ്പളം വരുത്തുന്ന ആ അംഗലാവണ്യം അങ്ങയെ ഒന്ന് ചുംബിച്ചാൽ നാളെ സ്വർഗലോകത്തിൽ പഞ്ചവർണ്ണ കിളികളെ പോലെ പാറിപ്പറക്കാൻ അത് കാരണം മതി. അതിനുവേണ്ടി മാത്രമാണ് ഈ സവാദ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ദുആ വസിയത്തോടു കൂടി ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.